ക്ഷമയുടെ പ്രതീകമായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി. ഒരുപക്ഷെ തന്റെ പ്രബോധന ദൗത്യത്തിൽ പ്രവാചകൻ കൈവശം വെച്ച ഏറ്റവും കരുത്തുറ്റ തന്റെ വജ്രായുധം ക്ഷമയായിരുന്നു. കാരണം ഒരു മർദ്ദക സമൂഹത്തിൽ ഏകദൈവത്വത്തിന്റെ പ്രബോധകനായി പ്രചാരകനായി ജീവിക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമായ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ദൗത്യത്തിന്റെ മാർഗത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ പ്രതിയോഗികളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴും തന്റെ ആദർശ ദൗത്യത്തിൽ നിന്നും അണുകിട വ്യതിചലിക്കാതെ പ്രവാചകന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത് മഹത്തായ ഈ ക്ഷമയുടെ ഗുണം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് മാത്രമായിരുന്നു. എന്നല്ല, തന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന പ്രവാചകന്റെ അനുചരന്മാർ, അവരിലേക്കും പ്രവാചകൻ പകർന്നു നൽകിയത് ഈ ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും വിശാലതയുടെയും മഹത്തായ ഗുണങ്ങളായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ, കൈപ്പേറിയ അനുഭവങ്ങൾ പ്രവാചകനെ പോലെ തന്നെ പ്രവാചകന്റെ അനുചരന്മാർക്കും അനുഭവിക്കേണ്ടി വന്നപ്പോഴും ഒരിക്കൽ പോലും അതേ നാണയത്തിൽ പ്രതിയോഗികളെ തിരിച്ചടിക്കുന്നതിനെ സംബന്ധിച്ചോ അവരോട് പ്രതികാരം ചെയ്യുന്നതിനെ സംബന്ധിച്ചോ അല്ല പ്രവാചകൻ അനുചരന്മാരോട് പറഞ്ഞത്. മറിച്ച് പ്രപഞ്ചനാഥനെ മുൻനിർത്തി നിങ്ങൾ ക്ഷമാപൂർവം മുമ്പോട്ട് പോവുക എന്ന വലിയ പാഠമാണ് പ്രവാചകൻ തൻ്റെ അനുയായികളിലേക്ക് പകർന്നു നൽകുന്നത് എന്ന് കാണാൻ കഴിയും.